ഇടുക്കിയിൽ ഇടതു കോട്ടകൾ തകർന്നു. തോട്ടം മേഖലയിൽ പോലും വൻ വോട്ട് ചോർച്ച. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന മേഖലകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായി വിധിയെഴുതി. ഇടുക്കിയിലെ ഇടതിന്റെ ഏറ്റവും ശക്തമായ കോട്ടയായി വിലയിരുത്തപ്പെടുന്നത് ഉടുമ്പൻചോലയാണ്. 10 പഞ്ചായത്തുകളുള്ള മണ്ഡലത്തിൽ 9 വ്യക്തമായ മുൻതൂക്കം നേടിയാണ് ഇത്തവണ മണ്ഡലം യുഡിഎഫ് പിടിച്ചെടുത്തത്. എം എം മണിയുടെയും കെ ജയചന്ദ്രന്റെയും തട്ടകമായ രാജാക്കാട് ഏരിയ കമ്മിറ്റി ഉൾപ്പെടുന്ന രാജാക്കാട് പഞ്ചായത്തിൽ 15 ബൂത്തുകളിലും യുഡിഎഫ് സ്ഥാനാർത്ഥി ലീഡ് നേടി. ഉടുമ്പൻചോലയിലെ 10 പഞ്ചായത്തിൽ 9 പഞ്ചായത്തും യുഡിഎഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയുണ്ടായി. ഇടതിന്റെ കോട്ട എന്നറിയപ്പെടുന്ന രാജാക്കാട്, രാജകുമാരി, സേനാവതി, ശാന്തമ്പാറ, ഉടുമ്പൻചോല, കർണാപുരം തുടങ്ങിയ പഞ്ചായത്തിൽ പോലും യുഡിഎഫിന് വ്യക്തമായ ലീഡുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഉടുമ്പൻചോല അതിശക്തമായ സ്ഥലമാണെങ്കിൽ പോലും അവിടെ ചെറിയ ലീഡ് മാത്രമേ LDF സ്ഥാനാർത്ഥിക്ക് നേടുവാൻ കഴിഞ്ഞുള്ളൂ. രാജാക്കാട് എം എം മണിയുടെയും ജയേന്ദ്രന്റെയും തട്ടകമായ രാജാക്കാട് പഞ്ചായത്തിലെ 15 ബൂത്തുള്ളതിൽ 15 ബൂത്തിലും യുഡിഎഫ് സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തത്. രാജാക്കാട്, രാജകുമാരി, ശാന്തമ്പാറ, സേനാപതി, ഉടുമ്പൻചോല, കരുണാപുരം പഞ്ചായത്തുകൾ സാധാരണയായി ഇടതിന് മുൻതൂക്കം നൽകുന്ന പഞ്ചായത്തുകളാണ്. എന്നാൽ ഉടുമ്പൻചോല പഞ്ചായത്തിൽ 813 വോട്ടുകളുടെ ലീഡ് ലഭിച്ചതൊഴിച്ചാൽ ബാക്കി മേഖലകൾ ഇടതിനെ കൈയൊഴിഞ്ഞു. 2500-ലധികം വോട്ടുകളുടെ ലീഡാണ് ഉടുമ്പൻചോല പഞ്ചായത്തിൽ LDF പ്രതീക്ഷിച്ചിരുന്നത്. 1500-ലധികം വോട്ടുകളുടെ മേൽക്കൈ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശാന്തമ്പാറയിൽ 121 വോട്ടുകൾക്ക് യുഡിഎഫ് മുൻപിലെത്തി. നിലവിൽ തോട്ടം മേഖലകളായ ശാന്തമ്പാറ, ഉടുമ്പൻചോല, സേനാപതി പഞ്ചായത്തുകൾ വ്യക്തമായ മേൽക്കൈയിലും കാർഷിക മേഖലയായ കരുണാപുരവും നറുക്കെടുപ്പിലൂടെ രാജകുമാരിയും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. മണ്ഡലത്തിലെ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നെടുങ്കണ്ടം, രാജാക്കാട് ഡിവിഷനുകളും ഇടതിനൊപ്പമാണ്. കഴിഞ്ഞ തവണ 38,000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ എം എം മണി വിജയിച്ച മണ്ഡലത്തിലാണ് 20,000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ സേനാപതി വേണു വിജയിച്ചു കയറിയത്. തോട്ടം മേഖലയിലെ ഉറച്ച വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ചയാണ് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത്. ദേവികുളത്ത്, മൂന്നാർ, ദേവികുളം, കാന്തല്ലൂർ, ഇടമലക്കുടി, വട്ടവട, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ലീഡ് നേടിയെങ്കിലും പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ല. ഇടത് ഭരിക്കുന്ന ബൈസൺമാലിയിൽ യുഡിഎഫ് ലീഡ് നേടി. പീരുമേട്ടിൽ 22 ബൂത്തുകളിൽ മാത്രമാണ് LDF ലീഡ് നേടിയത്. വൻ മേൽക്കോയ്മ പ്രതീക്ഷിച്ചിരുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ 2700-ലധികം വോട്ടുകളുടെ ലീഡ് യുഡിഎഫ് നേടിയെടുത്തു. ഇടുക്കി, പീരുമേട്, തൊടുപുഴ മണ്ഡലങ്ങളിൽ ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് നേടാൻ LDFനായില്ല. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.